ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീഡിയൻ ആണ്. അപ്പോൾ മീഡിയൻ എന്താണ്? മീഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയതിന് ശേഷം അതിൽ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ആയിരിക്കും അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് അതായത് മീഡിയൻ ഈസ് എ മെഷർ സെൻറ്റൻസ് വിച്ച് ഗീവ്സ് ദ വാല്യൂ ഓഫ് മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ഇൻ ദ ഡാറ്റ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫോളോയിങ് ആർ ദ മാർക്സ് ഓഫ് 9 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ഫൈൻഡ് ദ മീഡിയൻ. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ഒന്നുമില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. 9 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് അവിടെ മീഡിയൻ ഈക്വൽ ടു n+1 അതായത് n+1/2 ഒബ്സർവേഷൻ ആയിരിക്കും അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇപ്പം 9 ആണല്ലോ, n എന്ന് പറയുന്നത് 9. ഇപ്പം 9+1 10, 9+1/2 10/2, 10/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 5th ഒബ്സർവേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മീഡിയൻ കിട്ടുക. അപ്പോൾ ആദ്യം ഇതിനെ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ എന്ത് ചെയ്യണം? ഒന്നുമില്ല അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇവിടെ ഇപ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ആദ്യം എന്ത് വരും? 24 വരും. 24 പിന്നെ 27, അത് കഴിഞ്ഞിട്ട് ഇവിടെ 21 ആണ് ഫസ്റ്റ്. 21, 24, 27, 30, 32, 34, 35, 48, 3 എല്ലാം ഇല്ലേ? 38, 48. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി 21, 24, 27, 30, 32, 34, 35, 38, 48. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് n എന്ന് പറഞ്ഞ 9 സ്റ്റുഡൻസിൻ്റെ മാർക്കാണ്. അപ്പോൾ n എന്ന് പറയുന്നത് അവിടെ ഓഡ് ആയതുകൊണ്ട് n+1/2 അതാണ് അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ അപ്പോൾ 9+1/2 10/2 5th ഒബ്സർവേഷൻ. അപ്പോൾ 1, 2, 3, 4, 5 ഇതാണ് മീഡിയൻ. അപ്പോൾ ഇവിടെ നമുക്ക് മീഡിയൻ എന്ന് പറയുന്നത് എത്ര കിട്ടുക? മീഡിയൻ ഈക്വൽ ടു 32 എന്ന് കിട്ടി. ഇത് നിങ്ങൾ 9th പഠിച്ച കാര്യമാണ്. അതുപോലെ ഇതിലിപ്പോൾ നമുക്ക് എത്ര? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ n എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്. n ഈവൺ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മീഡിയൻ എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. ആദ്യം ഇത് എന്ത് ചെയ്യണം? ഈ ഡാറ്റനെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അപ്പോൾ ആദ്യം ഏതാണ് ഇതിൽ വരുന്നത്? 8, പിന്നെ ഇത് വരും 9, 11 കഴിഞ്ഞാൽ പിന്നെ 14, 15, 17, 18, 20, പിന്നെ എന്ത് വരുന്നുണ്ട്? 20, 22, 25. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് n ഇവിടെ ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2 ഒബ്സർവേഷൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? n ഈവൺ ആണ്. അതായത് n എന്ന് പറയുന്നത് 10 ആണ്. ഈവൺ നമ്പർ ആയതുകൊണ്ട് n/2 ആവറേജ് ഓഫ് n/2 ആൻഡ് n/2+1 ഈ രണ്ട് ഒബ്സർവേഷൻ്റെ n/2ൻ്റെയും n/2+1 ഒബ്സർവേഷൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ /2 അതിൻ്റെ രണ്ടിൻ്റെ ടോട്ടൽ /2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10. n/2 10/2 10/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. അതുപോലെ n/2 5+1 അപ്പോൾ 5th ഒബ്സർവേഷൻ്റെതും 6th ഒബ്സർവേഷൻ്റെയും /2. ഇവിടെ 5th ഒബ്സർവേഷൻ ഏതാ വരിക? 1, 2, 3, 4, 5. 5th ഒബ്സർവേഷൻ, ഇത് 6th ഒബ്സർവേഷൻ. അപ്പോൾ 15 + 17 /2 എത്രയാണ് വരുന്നത്? 32/2. 30. അപ്പോൾ 16 ആണ് ഇവിടെ നമുക്ക് മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ 16. അപ്പോൾ ഇതിൽ ഈ ഒരു ഇതിൽ അതായത് ഇതിലുള്ള നമ്പർ തന്നെ വരണം എന്നില്ല. മീഡിയൻ എന്ന് പറയുന്നത് മീഡിയൻ ഈക്വൽ ടു 16. അപ്പോൾ n ഓഡ് ആണോ നോക്കുക. ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2 ഒബ്സർവേഷൻ,
അതുപോലെ n ഈവൻ ആണെങ്കിൽ n/2 പ്ലസ് 1 ഒബ്സർവേഷൻ്റെ ആവറേജ് അതിൻ്റെ രണ്ടിൻ്റെ, അതായത് n 10 ആവുമ്പോൾ 10/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ൻ്റെയും 5ൻ്റെയും അതായത് ഫിഫ്ത്ത് ഒബ്സർവേഷന് 6th ഒബ്സർവേഷൻ്റെയും സമ്മ് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ മീഡിയൻ. ഇനി ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഫ്രീക്വൻസി തരുവാണെങ്കിൽ അതിൽ എങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം അടുത്തത്. അപ്പോൾ നമുക്ക് മീഡിയൻ ഓഫ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഇതിൽ മീഡിയൻ എങ്ങനെ കാണാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റ 1 2 3 4 5 6 7 8 9 ഇങ്ങനെയാണുള്ളത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ 8 10 11 16 20 25 15 9 6 ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 8 തന്നെ, പിന്നെ അടുത്തത് നമ്മൾ എഴുതുമ്പം ഈ 8ൻ്റെ കൂടെ ഈ 10 ആഡ് ചെയ്യുക. 8ഉം 10ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18. ഇനി 18ഉം 11ഉം കൂടി ആഡ് ചെയ്യുക. 18ഉം 11ഉം ആഡ് ചെയ്യുമ്പോൾ അവിടെ 29 ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. 8 10 18. ഇനി ഈ 18ഉം 11ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 29. ഇനി 29ഉം 16ഉം ആഡ് ചെയ്യുക. അപ്പോൾ 5 45. 45 പ്ലസ് 20 65. 65 പ്ലസ് 25 അവിടെ 90. 90 പ്ലസ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105. 105 പ്ലസ് 9 ആണ്. അപ്പോൾ 105 പ്ലസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 114. 114 പ്ലസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീക്വൻസിയുടെ ടോട്ടൽ തന്നെയാണ് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ ഈ ലാസ്റ്റ് വരുന്ന നമ്പർ, അതായത് 120. അപ്പോൾ ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ 120 ആണ്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ 120 എന്ന് പറയുമ്പോൾ n ആണ്. അപ്പോൾ ഇവിടെ 10/2 ആണ് ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇതേപോലെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ നമുക്ക് മീഡിയൻ കാണാനുള്ള ഫോർമുല n/2 ആണ്. n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ n 120 ആണ്. 120/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. അപ്പോൾ ഇതിൽ 60, അതായത് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 60 ഇതിൽ വരുന്നോ അതിന് നേരെയുള്ള എക്സ് ആണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 60 ആണ് നമുക്ക് കിട്ടിയത്. 60 ഇതിലില്ല, ചില സമയത്ത് 60 അതേപോലെ ഉണ്ടാവും. അപ്പോൾ അതിന് നേരെയുള്ള എക്സ് എന്താണെന്നുള്ളത് മീഡിയൻ ആയിട്ട് എഴുതിയാൽ മതി. ഇവിടെ 60 ആണുള്ളത്, ഇവിടെ 45 ആണ്. 45ൽ എന്തായാലും 60 വരിക. അപ്പോൾ അടുത്ത നമ്പർ, അതായത് ഇവിടെ 1 എന്ന് പറയുന്നത് 8 ടൈംസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതൊരു ഡാറ്റ ആയിട്ട് എഴുതണം. 1 എന്ന് പറയുന്നത് 8 ടൈംസ് ഇങ്ങനെ എഴുതും. 2 3 4 5 6 7 8 ടൈംസ് 1 ആണ് വരിക. അപ്പോൾ അടുത്ത 9 എന്ന് പറയുന്നത് 2 ആണ്. 2 10 ടൈംസ് വരും. അത് 18 വരെ, 18th ഒബ്സർവേഷൻ വരെ എന്തായിരിക്കും, നമുക്ക് 2 തന്നെയാണ്. പിന്നെ 18 കഴിഞ്ഞ് 19 തൊട്ട് 29 വരെയുള്ള ഒബ്സർവേഷൻ എന്തായിരിക്കും, 3 ആയിരിക്കും. അതുപോലെ 29 കഴിഞ്ഞ് 30 മുതൽ 45 വരെയുള്ളത് 4 ആയിരിക്കും. പിന്നെ 45 കഴിഞ്ഞാൽ 46 46. അപ്പോൾ 60 വരിക നമുക്ക് ഏതിലാണ്, ഇതിലാണ് നമുക്ക് 60 വരിക. അപ്പോൾ ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് മീഡിയൻ ഈക്വൽ ടു 5. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 60 ഏതിലാണ് വരിക അതിന് നേരെ എക്സ് ഏതാണോ വരുന്നത് അതായിരിക്കും അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ക്ലാസ് ഇൻ്റർവെല്ലൊക്കെ തന്നിട്ടുണ്ടാവും. ക്ലാസ് ഇൻ്റർവെല്ലും ഫ്രീക്വൻസിയും തന്നു കഴിഞ്ഞാൽ എങ്ങനെ മീഡിയൻ കാണാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ മീഡിയൻ ഓഫ് എ ഗ്രൂപ്പ്ഡ് ഓർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് അവിടെ ക്ലാസ് ഇൻ്റർവെല്ലും തന്നിട്ടുണ്ടാവും, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് മീഡിയൻ കാണുക? ഇവിടെ മീഡിയൻ കാണേണ്ട ഫോർമുല എന്ന് പറയുന്നത് മീഡിയൻ ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ഫ്രീക്വൻസി ഇൻറ്റു h. ഇതാണ് നമുക്ക് മീഡിയൻ കാണാനുള്ള ഫോർമുല. ഇതിൽ L n/2 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചതിന് ശേഷം പറയാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇനി എന്ത് ചെയ്യുന്നു, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം 4, പിന്നെ 4 + 5 9, 9 + 30 എന്ന് പറയുന്നത് 22, 22 + 20 എന്ന് പറയുന്നത് 42,
42 പ്ലസ് 40 എന്ന് പറയുന്നത് 56. 56 പ്ലസ് 8 എന്ന് പറയുന്നത് 64. 64 പ്ലസ് 4 എന്ന് പറയുന്നത് 68. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 68 ആണ് കിട്ടുന്നത്. അപ്പോൾ N/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68/2. 68/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 ആണ് വരുന്നത്. N/2 എന്ന് പറയുന്നത് 34. അപ്പോൾ നമുക്ക് നോക്കാം 34 ഏത് ക്ലാസ്സിലാണ് വരുന്നത്. അതായത് ഇതിൽ എന്തായാലും വരില്ല. അടുത്തത് 23 മുതൽ 42 വരെ ഏതിലാണ് വരുന്നത്? ഈ ഒരു ക്ലാസ്സിലാണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അതായത് N കണ്ടുപിടിക്കുക, എന്നിട്ട് N/2. N/2 എത്രയാണ്? 34. അപ്പോൾ ആ 34 ഏതിലാണോ വരുന്നത് അതാണ് അതിൻ്റെ മീഡിയൻ ക്ലാസ്. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? N/2 കണ്ടുപിടിച്ച് അതിൽ ഏതാണോ എക്സിൻ്റെ വാല്യൂ വരുന്നത് അതായിരുന്നു മീഡിയൻ. ഇതിൽ നമ്മൾ എക്സ് അതായത് 34 കണ്ടുപിടിച്ച് അതിൽ ക്ലാസ് ഇന്റർവെൽ ഏതാണ് അതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് ഈക്വൽ ടു ഇവിടെ ഏതാണ്? 125 to 145. ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. ഇനി ഈ ഫോർമുല ഇതാണ് നമുക്ക് മീഡിയൻ കാണാനുള്ള ഫോർമുല. L പ്ലസ് N/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ഫ്രീക്വൻസി ഇൻറ്റു എച്ച്. ഇവിടെ എച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിൻ്റെ ക്ലാസ് സൈസ് എത്രയാണ്? എച്ച് എന്ന് പറയുന്നത് അവിടെ 20 ആണ്. ഇനി L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് ആണ്. ലോവർ ലിമിറ്റ് ഏതാണ്? 125. അപ്പോൾ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് L 125 കിട്ടി. ഇനി N/2 നമുക്കറിയാം 34. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം എടുക്കാൻ. അപ്പോൾ CF എന്ന് പറയുന്നത് ഇവിടെ 22 ആണ്. ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. അതിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് CF. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്സിലുള്ള ഫ്രീക്വൻസിയാണ് F. അപ്പോൾ അത് 20. ഇത്രയും വാല്യൂസ് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അതായത് മീഡിയൻ കണ്ടുപിടിക്കാം. മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ മീഡിയൻ ഈക്വൽ ടു L എത്രയാണ്? 125 പ്ലസ് N/2. N/2 എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരുന്നു? 68 ആയിരുന്നില്ല ടോട്ടൽ. 68/2 34 ആയിരുന്നു കിട്ടിയത്. 34 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 22 ഡിവൈഡ് ബൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ഇൻറ്റു 20 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 20 ക്യാൻസൽ ആയിപ്പോയി. 125 പ്ലസ് 34ന് 34ഉം 22ഉം മൈനസ് ചെയ്യുക. 22 മൈനസ് ചെയ്യുമ്പോൾ 12 ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 137. അപ്പോൾ 137 യൂണിറ്റ്സ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ മന്ത്ലി കൺസപ്ഷനും നമ്പർ ഓഫ് കൺസ്യൂമേഴ്സും ആണ്. അപ്പോൾ എത്ര യൂണിറ്റ് ആണെന്നുള്ളതാണ് കാണുന്നത്? 137 യൂണിറ്റ്. അതാണ് അതിൻ്റെ മീഡിയൻ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഗ്രൂപ്പിൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, N/2 നോക്കുക. N/2 നോക്കിക്കഴിഞ്ഞ് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുക. മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോവർ ലിമിറ്റാണ്. L മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആണ്. അതുപോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്സിൽ നമുക്ക് എന്താണോ ഫ്രീക്വൻസി കിട്ടുന്നത് അതാണ് F എന്ന് പറയുന്നത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. H എന്ന് പറയുന്നത് ക്ലാസ് സൈസാണ്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ. ഇനി ഇതിൽ മിസ്സിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, അത് ചെയ്യാം. അതായത് ഫ്രീക്വൻസി മിസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് ദ മീഡിയൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഗിവൺ ബിലോ ഈസ് 28.5 ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. അവിടെ ഫ്രീക്വൻസി മിസ് ചെയ്തിട്ടുണ്ട്, എക്സും വൈയും മിസ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. മീഡിയൻ 28.5 തന്നിട്ടുണ്ട്. ക്ലാസ് ഇന്റർവെല് ഫ്രീക്വൻസി നമ്മൾ എഴുതി. ഇനി എന്താണ് എഴുതേണ്ടത്? അടുത്തത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ ആദ്യം എന്ത് വരും? 5. ഇത് തന്നെ 5 എഴുതി. ഇനി 5 പ്ലസ് എക്സ്. അടുത്തത് 5 പ്ലസ് എക്സ് പ്ലസ് 20. അപ്പോൾ 5ൻ്റെ കൂടെ 20 ആഡ് ചെയ്യുക. 25 പ്ലസ് എക്സ് വന്നു അവിടെ. ഇനി 25 പ്ലസ് 15 എത്രയാണ്? 40 പ്ലസ് എക്സ്. അടുത്തത് 40 പ്ലസ് എക്സ് പ്ലസ് വൈ വന്നു. 40 പ്ലസ് എക്സ് പ്ലസ് വൈ. അടുത്തത് 40 പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 5. അപ്പോൾ 45 പ്ലസ് എക്സ് പ്ലസ് വൈ. ഇവിടെ നമുക്ക് ഫ്രീക്വൻസിയുടെ ടോട്ടൽ തരും, അതുപോലെ മീഡിയനും തന്നിട്ടുണ്ടാവും.
ഇവിടെ നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് മീഡിയൻ എത്രയാണ് 28.5 ആണ്. ഈ 28.5 ഏത് ഇതിലാണ് വരിക എന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ 20 to 30 ഉള്ളിലാണ്, ക്ലാസ് ഇന്റർവെല്ലിൻ്റെ ഉള്ളിലാണ് എന്ത് വരിക 28.5 വരിക. അപ്പോൾ നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നു മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് ഏതാണ് 20 to 30, കാരണം 28.5 ആണ് നമ്മുടെ മീഡിയൻ എന്നുള്ളത് തന്നിട്ടുള്ളത്. അപ്പോൾ മീഡിയൻ ക്ലാസ് 20 to 30. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ എൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് എൽ 20 ആണ്. ഇനി n/2, n എത്രയാണ് 60, n/2 എന്ന് പറയുന്നത് 60/2 = 30 ആണ്. അതുപോലെ ഇനി എന്താണ് അറിയേണ്ടത്, ഇനി നമുക്ക് സി എഫ് എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുകളിലുള്ളത് 5+x ആണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ് എത്രയാണ് 20. ക്ലാസ് സൈസ് എന്ന് പറയുന്നത് h = 10 ആണ്. നമുക്കിനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ഫോർമുല, L + n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ഫ്രീക്വൻസി ഇൻറ്റു h ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് L എന്ന് പറയുന്നത് 20 പ്ലസ് n/2 എന്ന് പറയുന്നത് 30 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 5+x ഡിവൈഡ് ബൈ അവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ആണ് ഇൻറ്റു ക്ലാസ് സൈസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ അവിടെ ക്യാൻസലായി 2 വന്നു. ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഇവിടെ അതുപോലെ 45 + x + y ആണ് എത്ര 60, കാരണം n എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആണ്. ഇത് ഇവിടെയുള്ള ടോട്ടൽ തന്നെയാണ് ഈ 60 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. അവിടെ നമ്മൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്, = 20 പ്ലസ് ഇത് 30 മൈനസ് 5 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 ഉണ്ട് ഇവിടെ. അപ്പോൾ 20 പ്ലസ് 30 മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മൈനസ് എക്സ് ബൈ 2 ആണ് വരുന്നത്. അപ്പോൾ ഇത് ഏതിന് ഈക്വൽ ആണ്, മീഡിയൻ എന്ന് പറയുന്നത് 28.5 ആണ്. മീഡിയൻ നമുക്ക് തന്നിട്ടുണ്ട് 28.5 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. 28.5 മൈനസ് 20, 28.5 മൈനസ് 20 = 25 മൈനസ് എക്സ് ബൈ 2 ആണ് വരുന്നത്. ഇനി ഇവിടെ എത്രയാണ് വരിക 8.5 × 2 = 25 മൈനസ് എക്സ്. അപ്പോൾ ഇത് എത്രയാണ് 17 അല്ലേ. 17 = 25 മൈനസ് എക്സ്. എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ് 25 മൈനസ് 17. 25 മൈനസ് 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് 8 കിട്ടി. എക്സ് 8 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് y കണ്ടുപിടിക്കണം. y കാണാൻ വേണ്ടി, അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ തന്നെയാണ് എന്ത് ക്യാപിറ്റൽ N. അപ്പോൾ ഇവിടെ 45 + x + y ആണ് എന്നിന് ഈക്വൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാത്, 45 പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 ആണ്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 45 പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 മൈനസ് 45. 60ൽ നിന്ന് 45 മൈനസ് ചെയ്യുക, 5 50. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 15 ആണ്. എക്സിന്റെ വാല്യൂ എത്രയാണ് 8 പ്ലസ് വൈ ഈക്വൽ ടു 15. വൈ ഈക്വൽ ടു 15 മൈനസ് 8. 15 മൈനസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ 7. അപ്പോൾ എക്സ് 8 കിട്ടും, വൈ 7. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് രണ്ട് ഫ്രീക്വൻസി മിസ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രീക്വൻസിയുടെ ടോട്ടലും അതുപോലെ മീഡിയനും തന്നിട്ടുണ്ടാവും. മീഡിയൻ്റെ വാല്യൂ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് എക്സ് കിട്ടും. അതുപോലെ ഇവിടെ എക്സ് പ്ലസ് വൈ എന്നുണ്ടാവും. ഇത് എന്തിന് ഈക്വലാണ്, നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസിക്ക് ഈക്വലാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 മൈനസ് 45. അപ്പോൾ എക്സിൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ മീഡിയൻ. ഇനി ഇതിൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽ തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളത്, അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് 0 to 10
10 to 20 അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ഇൻ്റർവെൽ തരാതെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളത് 4th ക്വസ്റ്റ്യൻ, ഈ എക്സസൈസിൽ 4th ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ 4th ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ലെങ്ത് ഇൻ മില്ലിമീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ നമ്പർ ഓഫ് ലീവ്സ് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എങ്ങനെയാണുള്ളത് 118 126, പിന്നെ 126 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് 127 135, പിന്നെ 136. അപ്പോൾ കണ്ടിന്യൂസ് ക്ലാസ് ഇൻ്റർവെൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ, അതായത് ഫസ്റ്റ് ഇതിലുള്ള അപ്പർ ക്ലാസ്സും ഇതിലുള്ള ലോവർ, ഇത് രണ്ടും കൂടി തമ്മിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് 127 മൈനസ് 126 എത്രയാണ് 1 ആണ്. എന്നിട്ട് അതിൻ്റെ ഹാഫ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 0.5. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് 0.5 ആണ് ഇത് വരുന്നത്. അതായത് 127 ഇതിലുള്ള അപ്പറും ഇതിലുള്ള ലോവർ ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 0.5. അപ്പോൾ നമുക്ക് ഈ സൈഡിലെല്ലാം 0.5 ആഡ് ചെയ്യുക, ഇപ്പുറത്തെ സൈഡിലെല്ലാം 0.5 മൈനസ് ചെയ്യുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ് ഇൻ്റർവെൽ കിട്ടും. ഇപ്പോൾ 118 ആണ്. 118ന്ന് 0.5 നമ്മൾ മൈനസ് ചെയ്യുന്നു. 0.5 മൈനസ് ചെയ്യുകയാണെങ്കിൽ അത് എത്രയായി 117.5 വന്നു. അതുപോലെ ഇവിടെ 0.5 ആഡ് ചെയ്യുമ്പോൾ 126.5 വരും. അപ്പോൾ അങ്ങനെ ആ ക്ലാസ് ഇൻ്റർവെൽ എടുക്കുക. അടുത്തത് നമുക്ക് പിന്നെ മീഡിയം കാണുന്നത് സെയിം മെത്തേഡ് തന്നെ 117.5, ഇവിടെ 126.5 വരും. അടുത്തത് 126.5, ഇവിടെ 135.5 വരും. അടുത്തത് 135.5 144.5 വരും. 144.5 ഇവിടെ 153.5. അടുത്തത് 153.5 162.5 വന്നു. അടുത്തത് 162.5 171.5 171.5 to 180.5. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ വരുന്നത്. ഇനി ഇവിടെ നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് സെയിം. ഇതിൽ എപ്പോഴും കണ്ടിന്യൂസ് ക്ലാസ് ഇൻ്റർവെൽ ആക്കിയിട്ട് ചെയ്യുക. ഇനി അടുത്തത് കാണുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നമുക്ക് ആദ്യം എന്ത് വരും CF 3 തന്നെ. 3 + 5 8, 8 + 9 17, 17 + 12 എന്ന് പറയുന്നത് 29, 29 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34, 34 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38, 38 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ n/2 എന്ന് പറയുന്നത് 40/2 = 20 ആണ്. അപ്പോൾ 20 ഏതിലാണ് വരിക എന്നുള്ളത് നോക്കുക. 17 വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 20 നമുക്ക് ഈ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മീഡിയൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് മീഡിയൻ = L + n/2 - cumulative frequency / frequency into class size. ക്ലാസ് സൈസ് ഇവിടെ എത്രയാണ്? നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെ 126.5 117.5 ഇവിടെ 0 എത്രയാണ് വരുന്നത് 9. അപ്പോൾ 9 ആണ് H എന്ന് പറയുന്നത്. H എന്ന് പറയുന്നത് 9. L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയം ക്ലാസ്. മീഡിയം ക്ലാസ് എത്രയാണ് ഇവിടെ 145 4.5 153.5. അപ്പോൾ L എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടുന്നത് 144.5. ഇനി n/2 കിട്ടി, 20 എന്നുള്ളത് കിട്ടി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ മീഡിയം ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ളത് CF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 17 വന്നു. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? മീഡിയം ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 12. നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L എന്ന് പറയുന്നത് 144.5 പ്ലസ് n/2 എന്ന് പറയുന്നത് 20 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 17 ഡിവൈഡ് ബൈ F എന്ന് പറയുന്നത് 12 ഇൻറ്റു ക്ലാസ് സൈസ് 9 ആണ്. അപ്പോൾ ഈ 9ഉം 12ഉം നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 4 ആയി, ഇവിടെ 3 ആയി. അപ്പോൾ ഇവിടെ നമുക്ക് 144.5 പ്ലസ് ഇത് 3 20 മൈനസ് 17 എന്ന് പറയുന്നത് 3 ഇൻറ്റു 3/4 3 ഇൻറ്റു 3/4 എന്ന് പറഞ്ഞാൽ 9/4 9/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക 281.2 അപ്പോൾ 2.25 ആണ് വരുന്നത്. 2.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144. അതായത് 2.25 = 144.5 പ്ലസ് 2.25
ആഡ് ചെയ്യാം. 144.5 പ്ലസ് 2.25 ആഡ് ചെയ്യുമ്പോൾ 5 7 6 4 1 146.75 ആണ് നമ്മുടെ മീഡിയം എന്ന് പറയുന്നത്. ഇവിടെ mm, അപ്പോൾ യൂണിറ്റ് mm. അപ്പോൾ മീഡിയൻ കഴിഞ്ഞു. മീഡിയനിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.